യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം മറ്റൊരു വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൻ ദൈവ പുത്രൻ അല്ലെങ്കിൽ യേശു ദൈവ പുത്രൻ എന്നുള്ളതായ ആ ഒരു വെളിപ്പാട് യോഹന്നാൻ ലഭിക്കാനിടയായിത്തീർന്നു. അപ്പോൾ ഹല്ലേലൂയ, യേശു ആരുടെ പുത്രൻ? ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതായ ആ വലിയ വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? 1:34 അങ്ങനെ ഞാൻ കാണുകയും ഹല്ലേലൂയ ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ അവിടെ പറയാണ് അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 3:16-17 നമ്മൾ വായിക്കുമ്പോൾ യേശു സ്നാനപ്പെട്ടുടനെ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളതായ ആ വലിയ വെളിപ്പാട് യോഹന്നാന് ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം മറ്റൊരു വെളിപ്പാട്, 3-ാമത്തെ വെളിപ്പാട്, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കാം. 3:16 ലൂക്കോസ് 3:16. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ എന്നിലും ബലവാൻ ആയവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാന് യോഗ്യനല്ല. അപ്പോൾ 3-ാമത്തെ വെളിപ്പാടാണ് യേശു ബലവാൻ അല്ലെങ്കിൽ ശക്തനുള്ളതായ ഒരു വെളിപ്പാട് ആർക്ക് ലഭിച്ചു? യോഹന്നാൻ ലഭിച്ചു. നമ്മുടെ കർത്താവ് ശക്തനാണ്, നമ്മുടെ കർത്താവ് ബലമുള്ളവനാണ്. ഹല്ലേലൂയ. ആ ബലമുള്ള കർത്താവിന് കരമുളത്തിന്ന് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ. യോഹന്നാന് ഹല്ലേലൂയ ഇവിടെ പറയാണ് യേശു ബലവാൻ അല്ലെങ്കിൽ അവന് ശക്തൻ എന്ന് പറയും. നമുക്ക് കാണാൻ യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കാം. അവിടെ എന്തുവാണ് യെശയ്യാ പ്രവാചകന് യേശുവിനെ കുറിച്ച് പറയുന്നത്? വായിച്ചാട്ടെ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. അവിടെ പറയാണ് എന്തൊക്കെയാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, അത് മാത്രമല്ല ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ബലം കൊണ്ടല്ല രോഗികൾ സൗഖ്യമാകുന്നത്. ഹല്ലേലൂയ നമ്മുടെ ബലം കൊണ്ടല്ല പലതും നമ്മൾ നേടിയെടുക്കുന്നത്. കർത്താവ് തരുന്നായ ബലത്തിനായി കൃപയ്ക്കായി കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്യാട്ടെ കർത്താവിന് ബലത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ യെശയ്യാവ് പറയാണ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ഈ ദിവസങ്ങൾ ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കേണ്ടതായ ഒന്നാണ് ജ്ഞാനവും വിവേകവും. അത് മാത്രമല്ല ഹല്ലേലൂയ ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. നല്ല ആലോചനക്കാരനായിരുന്നു നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുന്ന വിശ്വസിക്കുക എത്ര പേരുണ്ട്? കർത്താവ് നമ്മുടെ ആലോചനക്കാരനായിരിക്കണം. ഈ 2023 നല്ല ആലോചനകൾ നന്ന് നമ്മളെ നടത്തിയ കർത്താവ് ഈ 2024 എന്തുമാണ്? അവൻ തന്നെ നമ്മുടെ ആലോചനക്കാരനായിരിക്കണം. എത്ര പേര് അത് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ആലോചനക്കാരനായിരിക്കുവാനായിട്ട് നമ്മളെ ഹല്ലേലൂയ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, നമ്മളത് വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവ് നിന്റെ ആലോചനയെ അറിയിക്കണമെന്ന് പറയുന്നുവെങ്കിൽ തന്റെ ആലോചന നമ്മളെ അറിയിക്കും. അവൻ ആലോചനയിൽ വലിയവനാണ്. ഹല്ലേലൂയ. അവന്റെ ആലോചന അഗോചരമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന നമ്മുടെ ആലോചന പോലെയല്ല, മറ്റു മനുഷ്യരുടെ ആലോചന പോലെയല്ല. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ഈ പുതിയ വരുന്നതായ വർഷമായിരിക്കുവാനായിട്ട് ഞാനും നീയും ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് മാത്രമല്ല ബലത്തിന്റെയും ആത്മാവ്. നമ്മുടെ ബലം കൊണ്ടൊക്കെ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാവുന്നതായ, നമ്മുടെ ബലം കൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതായ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ബലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരായിത്തീരും. ശിംശോന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവഭക്തന്മാരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തുവാണ്? ഹല്ലേലൂയ ദൈവത്തിന്റെ ബലം പ്രാപിച്ചവരുടെ ഹല്ലേലൂയ ജീവിതവും അനുഭവം വ്യത്യസ്തമായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദിവസങ്ങൾ എന്തുവാണ്? ദൈവത്തിന്റെ ബലം പ്രാപിക്കുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഫിലിപ്പി ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും
മതിയായവൻ. നമ്മളെ ശക്തീകരിക്കുന്നതായ കർത്താവിന് കരങ്ങളെത്തി സ്തോത്രം ചെയ്യട്ടെ. നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിന് കരങ്ങളെത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. പൗലോസ് 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 2 പൗലോസ് പറഞ്ഞു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എനിക്ക് ശക്തി നൽകിയതായ ക്രിസ്തേശു, എനിക്ക് നിനക്കും ശക്തി നൽകുന്നതായ കർത്താവിന് കരങ്ങളെത്തി ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഇവിടെ പൗലോസ് 14 ലേഖനം എഴുതിയ മനുഷ്യന്, അനേക മിഷനറി ജേർണി നടത്തിയ മനുഷ്യന്, അനേക സഭകളെ ഉടലെടുത്തതായ മനുഷ്യൻ പറയാണ്, ഇതൊന്നും എന്തുവാണ്, എൻ്റെ ശക്തി കൊണ്ടല്ല നേടിയെടുത്തത്, എനിക്ക് ശക്തി തന്നതായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാനും നീയും നേടിയെടുക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ എന്തുവാണ്, പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്കായി നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത് ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന് കിട്ടിയതായ വെളിപ്പാട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കാം. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം. അപ്പോഴേ യോഹന്നാന് കിട്ടിയ മറ്റൊരു വെളിപ്പാട് എന്തുവാണ്, 4-ാമത്തെ വെളിപ്പാട് എന്തുവാണ്, പരിശുദ്ധാത്മാവിനെ തരുന്നവൻ എന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരുന്ന ആരാണ്? കർത്താവാണ്. പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ തരുന്നവരെന്ന് തിരിച്ചറിഞ്ഞതായ ഒരു വലിയ വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായിരുന്നു. യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്തുവാണ്, ഹല്ലേലൂയ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്തുവാണ്, ഹല്ലേലൂയ, അവന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ ആ ഒരു അഭിഷേക തലത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. ഇന്ന് പോൽക്കാലം നമുക്ക് വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരിക്കലും നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ തരുന്നവന് ആണ് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര വിശ്വസിക്കുന്നവരെ കാര്യങ്ങൾ ഇത് കർത്താവിന് മഹത്വം കൊടുത്ത കർത്താവെ, ആ ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, ആ ശക്തിയാൽ എൻ്റെ കുടുംബത്തെ ഒന്ന് നിറയ്ക്കണമേ, ആ ശക്തിയാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ആ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയിലെ ഹല്ലേലൂയ ഒന്ന് പ്രാപിക്കണം. നമ്മുടെ സഭയിലുള്ളവരെല്ലാം ആ ശക്തി ഒന്ന് പ്രാപിച്ചെടുക്കണം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയൊരു വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായിരുന്ന പോലെ വിശ്വാസികൾക്ക് എന്താണ് പരിശുദ്ധാത്മാവിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായ ഒരു വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ എന്തുവാണ്, നമ്മൾ ആത്മാവിൽ ആരാധിക്കും. ആരും നമ്മളോട് പറയേണ്ടതായ ആവശ്യമില്ല. അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. കാര്യം എന്തുവാണ്, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മളെ തീർച്ചയായിട്ടും വ്യത്യസ്തരായി തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് തിരിച്ചറിയണം. യോഹന്നാൻ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി അവൻ എന്തുവാണ്, അവൻ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ തന്നെ എന്തുവാണ് അവന് ലഭിച്ചു. അത് മനസ്സിലാക്കി ആ ശക്തിയോടായിരിക്കും അവൻ പുറവയ്ക്ക് ശേഷം, അവൻ ജനിച്ചതിന് ശേഷം എന്തുവാണ് ദൈവം അവനെ അങ്ങോട്ട് അയച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നമുക്ക് കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ ആ ശക്തി കർത്താവേ എൻ്റെ മേലൊന്ന് വ്യാപരിക്കണമേ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് രുചിച്ചറിയുവാനായിട്ട്, ഒന്ന് അനുഭവിക്കുവാനായിട്ട് കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം എന്തുവാണ്? ഒരു പ്രത്യേക ജീവിതമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ ജീവിതം ഒരു പ്രത്യേക ജീവിതമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ യോഹന്നാന് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16 പറഞ്ഞു തന്റെ ശിഷ്യന്മാരോട് കാര്യസ്ഥനെ അയക്കുമെന്ന്. ഹല്ലേലൂയ. യോഹന്നാൻ ഇവിടെ എന്തുവാണ്? ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ തരുമെന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം എന്തുവാണ്? ആ വലിയ വെളിപ്പാട് തനിക്കുണ്ടായി. എന്നാൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഞാനും നീ എന്തുവാണ്? കർത്താവിന്റെ ശിഷ്യന്മാരാണ്. നമ്മളോട് പറയാണ് കാര്യസ്ഥനെ അയക്കുമെന്ന്. ഹല്ലേലൂയ. കാര്യസ്ഥനെ അയച്ചു. എന്നാൽ ഹല്ലേലൂയ എത്ര പേര് വിശ്വസിക്കുന്നു? ആ കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ കാര്യസ്ഥൻ എന്തുവാണ്? നമ്മളെ കൗൺസിൽ ചെയ്യുന്നതാണ്. ആ കാര്യസ്ഥൻ എന്തുവാണ്? നമുക്ക് വേണ്ട ആലോചന നൽകി തരുന്നവരാണ്. ഈ ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28-29 വായിക്കുമ്പോൾ ഈ കാര്യസ്ഥനെ അയക്കുമെന്നുള്ള പ്രവചനം എന്തുവാണ്?
900 വർഷങ്ങൾക്ക് മുമ്പ് 900 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യോവേല് വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നു. അത് സംഭവിച്ചു. നമ്മളെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രവാചകന് വിളിച്ചു പറഞ്ഞത് അതേപടി സംഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28-29 വാക്യം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഈ പറയപ്പെടുന്നതായ കാര്യങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുവാണ്? ഈ ആത്മാവ് എന്തുവാണ്? നമ്മുടെ മേൽ കടന്നു വരും. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 120 മാളിക മുറിയിൽ ഒന്നിച്ചുകൂടി അതുകൊണ്ട് അവസാനിച്ച ഒരു സംഭവമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും അല്ലെങ്കിൽ അഭിഷേകവും ഹല്ലേലൂയ ആ ഉണർവും ഹല്ലേലൂയ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്ത് എന്തുവാണ് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് തന്റെ ആത്മാവിനാല് ദൈവത്തിന്റെ ജനങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ നിറവിന് വേണ്ടി നീ ഞാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒന്ന് കാത്തിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഉപവസിക്കുന്നുവെങ്കിൽ, ഈ ദിവസം കണ്ണീരൊഴുക്കുന്നുവെങ്കിൽ ആ ശക്തി നിന്നിലേക്കും വരും. യേശു തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ആലോചന കേട്ട് അവർ ഇരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം വലിയ ഉണർവ് ഈ ലോകം കണ്ടിട്ടില്ലാത്തതായ ഏറ്റവും വലിയൊരു ഉണർവായിരുന്നു അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായി അവിടെ ഇറങ്ങി വരുന്നതായ അനുഭവം. അതിനുശേഷം എന്തുവാണ്? നമുക്കറിയാം പത്രോസ് ഒറ്റ പ്രസംഗം എന്തുവാണ്? 3000 പേര് സഭയോട് ചേരുന്നു. അതിനുശേഷം എന്തുവാണ്? പിന്നീട് 5000 വേണ്ട വലിയ സഭ വളർച്ച അവിടെ നടക്കുന്നു. മുടന്തര് നടക്കുന്നു. അനേക അത്ഭുതങ്ങൾ നടക്കുന്നു. അതെല്ലാം എന്തുവാണ്? ആത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിന്റെ ആവാസം അവരിൽ ഉണ്ടായതിനു ശേഷം, ഹല്ലേലൂയ ആ നിറവ് അവർ അനുഭവിച്ചതിന് ശേഷം എന്തുവാണ്? അങ്ങോട്ട് ശുശ്രൂഷിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങിയപ്പെടുന്നതുമാണ് വലിയ മാറ്റം അവരിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം, അതെനിക്ക് നിനക്ക് ലഭിക്കണം. ഈ സഭയിലുള്ളതായ എല്ലാവരും എന്തുവാണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരും. എൻ്റെ ഒരു പ്രാർത്ഥന അതാണ്. ഇവിടെ ഇരിക്കുന്നതായ കൊച്ചു കുഞ്ഞുങ്ങൾ മുതല് ചെറുപ്പക്കാര്, പ്രായമുള്ളവര്, മാതാക്കള്, പിതാക്കള്, നമ്മളെല്ലാം ആത്മാവിൽ നിറഞ്ഞ് ഇവിടെ ഒന്ന് ആരാധിക്കുവാനായിട്ട് നമുക്ക് ഇടയായാൽ എത്ര സന്തോഷമായിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധന എന്തുവാണ്? പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ അഭിഷേകം നിറഞ്ഞവരായുള്ളതായ ആരാധന ഇവിടെ ഉണ്ടാകുവാനായിട്ട് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അതുണ്ടാകുമ്പോൾ എന്തുവാണ്? അത്ഭുതങ്ങൾ നടക്കും. അതുണ്ടാകുമ്പോൾ അതിശയങ്ങൾ നടക്കും. അതുണ്ടാകുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ ഇവിടെ ഗലാത്യ ലേഖനം നമ്മൾ 5:14 വായിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൽ മോഹം നിർവഹിക്കുകയില്ല. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവർക്ക് എന്തുവാണ്? ജഡത്തെ ഒന്ന് കുറയ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ പാപം നമ്മളെ തെക്കോട്ട് നോക്കിയാലും വടക്കോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും എല്ലാം എന്തുവാണ്? പാപം നിറഞ്ഞു കിടക്കുന്നതായ ഒരു ലോകമാണ്. എന്നാൽ ഈ പാപം നിറഞ്ഞ് കിടക്കുന്നതായ ഈ ലോകത്തെ, ഈ ജഡത്തെ ഒന്ന് കുറയ്ക്കുവാൻ, ഈ ജഡത്തെ ഒന്ന് ജയിക്കുവാനായിട്ട് ഹല്ലേലൂയ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിർവഹിക്കയില്ല. ജഡത്തിന്റെ മോഹം നിർവഹിക്കാതെ ഹല്ലേലൂയ മുന്നോട്ട് പോകണമെങ്കിൽ എന്തുവാണ്? ഹല്ലേലൂയ ഈ ആത്മാവിന്റെ ഒരു നിറവ് വേണം. ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം നോക്കിയാലും എന്തുവാണ്? ഈ ജഡത്തെ ഒന്ന് ജയിക്കുവാൻ എന്തുവാണ്? നമ്മൾ പരാജയപ്പെടും. എന്നാൽ ആത്മാവിൽ നിറഞ്ഞതായ ഒരു വ്യക്തിക്ക് എന്തുവാണ്? വളരെ ഈസി ആയിട്ട് ഈ ജഡത്തെ ഒതുക്കുവാന്, ഈ ജഡത്തെ അടിച്ചൊതുക്കുവാനായിട്ട് ഹല്ലേലൂയ ഈ ജഡത്തിന്മേലെ ജയം എന്തുവാണ്? കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് നിങ്ങൾ വിശ്വസിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ഒരു കർത്താവിന് കരങ്ങളെത്തി ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റൊരു വെളിപ്പാട് യോഹന്നാൻ ലഭിച്ചത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ യോഹന്നാന് മറ്റൊരു വലിയ വെളിപ്പാട് ലഭിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ്? ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്.
നമ്മുടെ കർത്താവ് ന്യായാധിപനാണ്. അവൻ ന്യായമായിട്ട് വിധിക്കുകയുള്ളൂ. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് ബോധം നമുക്കുണ്ടെങ്കിൽ എന്തുവാണ്, ഹല്ലേലൂയ, പാപം ചെയ്യുവാൻ എന്തുവാണ്, നമ്മൾ അല്പം മടിക്കും. ഹല്ലേലൂയ, അനീതി ചെയ്യുവാൻ നമ്മളെ അല്പം മടിക്കും. ഹല്ലേലൂയ, ഈ ലോകത്ത് എന്തുവാണ്, ഒരു ന്യായകർത്താവ് ഉണ്ട്. ആ കർത്താവ് ന്യായം വിധിക്കുന്നതായ ഒരു ദിവസമുണ്ട്, ന്യായവിധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മാത്രമേ ഒരു ദൈവഭയത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവഭയത്തിൽ ജീവിക്കുന്ന സകലർക്കും എന്തുവാണ്, ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതായ വെളിച്ചത്തിൽ ജീവിക്കുന്നവർക്ക് എന്തുവാണ്, ഒരു ഭയം. ഒരു ഭയം എന്തുവാണ്, അവരെ കടന്നു പിടിക്കും. ഒരു ഭയം അവരിലേക്ക് വരും, പാപം ചെയ്യുവാനായിട്ട്. അല്ലെങ്കിൽ എന്തുവാണ്, ഒരറപ്പ് അവർക്ക് തോന്നും. കള്ളം പറയുവാന് ഒരറപ്പ് അവർക്ക് തോന്നും. ഹല്ലേലൂയ, അനീതി പ്രവർത്തിക്കുവാന് ഒരറപ്പ് അവർക്ക് തോന്നും. കാര്യം എന്തുവാണ്, ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് എല്ലാം കാണുന്നുണ്ട് എന്നുള്ളതായ ഒരു വലിയ ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ ചെയ്യേണ്ടാത്ത പലതും എന്തുവാണ് ചെയ്യുവാൻ, ഹല്ലേലൂയ, പ്രേരണ തോന്നിയാലും ചെയ്യുവാൻ സാധിക്കുകയില്ല. കാര്യം എന്തുവാണ്, നമ്മുടെ ഉള്ളിൽ എന്തുവാണ് നിറനിൽക്കുകയാണ്. ആരും കാണുന്നില്ലെങ്കിൽ തന്നെയും, ആരും കേൾക്കുന്നില്ലെങ്കിൽ തന്നെയും ന്യായാസനത്തിന് മുൻപാകെ ഞാൻ നിൽക്കേണ്ടി വരും. ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം മനസ്സിലായതായ ഒരു വ്യക്തി എന്തുവാണ് വളരെ കെയർഫുൾ ആയിരിക്കും ക്രിസ്തീയ ജീവിതത്തില്. അപ്പോൾ ന്യായം വിധിക്കുന്നതായ ഒരു കർത്താവ് ഉണ്ട് എന്ന് യോഹന്നാൻ മനസ്സിൽ ആക്കി. ദൈവം ന്യായാധിപതി ആകുന്നു. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യഹോവ നമ്മുടെ ന്യായാധിപനെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, കർത്താവ് ന്യായം എനിക്ക് നിനക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ എന്തുവാണ്, ന്യായാധിപനായ കർത്താവ് നമുക്ക് വേണ്ടി ന്യായം ചെയ്യും. ചിലപ്പോൾ നമുക്ക് ന്യായം നഷ്ടപ്പെട്ടിരിക്കാം ചില മേഖലകളിലെ, ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലെ, അല്ലെങ്കിൽ ചില ഇടപാടുകളിലൊക്കെ എന്തുവാണ് ചിലപ്പോൾ ന്യായം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ന്യായം പ്രവർത്തിക്കുന്ന കർത്താവ്, ന്യായാധിപനായ കർത്താവ് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതായ ഒരു വലിയ വിശ്വാസം നമുക്ക് ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, അപ്പോൾ നമ്മൾ സിംഹാസനത്തിൽ എന്തുവാണ്, ഹല്ലേലൂയ, ഇരുന്ന് ന്യായം വിധിക്കുന്നതായ ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളതായ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം ആണെന്ന്, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവിടെ നമുക്ക് വായിക്കും. അതിന്റെ 12-ന്റെ ഒടുവിൽ 11 നമ്മൾ വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിൽ ഒരുത്തനെ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിലെ ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഇത് യോഹന്നാൻ കാണുന്നതായ വലിയൊരു വെളിപ്പാടാണ്, കാഴ്ചയാണ്. അപ്പോസ്തലനായ യോഹന്നാന് വെള്ളസിംഹാസനത്തിലെ ഇരിക്കുന്നതായ നമ്മുടെ കർത്താവ്, ന്യായം വിധിക്കുന്ന ഒരു കർത്താവ്. അതിനുശേഷം താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ന്യായവിധി ഉണ്ടായി എന്നാണ്. അപ്പോൾ ന്യായം വിധിക്കുന്ന ഒരു കർത്താവ്. എന്നിട്ട് നമ്മൾ വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധി ഉണ്ടായി. അപ്പോൾ നമ്മുടെ പ്രവർത്തികൾക്ക് എന്താണ്, ഹല്ലേലൂയ, വിധിയുണ്ട്. ഹല്ലേലൂയ, അപ്പോൾ നമ്മുടെ പ്രവർത്തിക്കും വാക്കുകൾക്കും ഹല്ലേലൂയ രഹസ്യങ്ങൾക്കും എല്ലാം എന്താണ് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതായ യാഥാർത്ഥ്യം ഒരിക്കലും ദൈവമക്കളെ മറക്കല്ലേ. ഇവിടെ അത് തന്നെയാണ് യോഹന്നാൻ കണ്ടത്. വെള്ളസിംഹാസനത്തിൽ ന്യായം വിധിക്കുന്ന ന്യായാധിപനായ ഒരു കർത്താവ്. ഹല്ലേലൂയ, ആ കർത്താവിന് ഒന്ന് കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഇവിടെ നമുക്ക് ന്യായം ലഭിച്ചില്ലെങ്കിൽ തന്നെ എന്താണ്, എനിക്ക് നിനക്കും ന്യായം തരുന്നതായ ന്യായാധിപൻ, നേരോട് ഹല്ലേലൂയ ഭരിക്കുന്നതായ ന്യായാധിപനായ, ന്യായം പാലിക്കുന്നവനായ കർത്താവാണ് നമ്മുടെ കർത്താവ്.
ആറാമതൊരു വെളിപ്പാട് യോഹന്നാന് ലഭിച്ചത് എന്തുവാണ്? ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം വായിക്കാം. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ യോഹന്നാന് കിട്ടിയതായ ആറാമത്തെ വെളിപ്പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ്? അവൻ എന്തുവാണ്? മണവാളനാണ്. ഹല്ലേലൂയ. അവൻ മണവാളനാണെങ്കിൽ ഹല്ലേലൂയ, യോഹന്നാന് മണവാട്ടിയായിട്ടാണ് അവിടെ ആയിരിക്കുന്നത്. കർത്താവ് മണവാളനാണെങ്കിൽ ഞാൻ നീ മണവാട്ടിയാണ്, മണവാട്ടി സഭ. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ആ വലിയ യാഥാർത്ഥ്യം യോഹന്നാന് മനസ്സിലായതുകൊണ്ടാണ് യോഹന്നാന് നമ്മളെ ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിച്ചു. അവിടെ അതിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് അതിന്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു, ഇതാ സ്നാനം കഴിപ്പിക്കുന്നത് എല്ലാവരും അവന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയില്ല. അപ്പോഴേ ഇവിടെ യോഹന്നാന്റെ ശുശ്രൂഷ ഏകദേശമൊക്കെ എന്തുവാണ് തീരാറായി. എന്നാല് ആ തീരുന്ന സമയം അപ്പോഴേ ഇവിടെ വാസ്തവത്തില് താനെ തടവില് ആകുന്നതിന് മുമ്പ് അവസരമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. തടവിലായിട്ടില്ല, തടവില് ആകുവാൻ പോകുന്നു. അതിനു മുമ്പ് രേഖപ്പെടുത്തുന്ന അതിനു മുമ്പ് എന്തുവാണ് സംഭവിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് യേശു കർത്താവിന്റെ പിന്നാലെ ഇതുവരെ എന്തുവാണ് യോഹന്നാന്റെ പിന്നാലെ ആയിരുന്നു അനേകർ ഓടിക്കൊണ്ടിരുന്നത്. എന്നാല് യോഹന്നാന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന പലരും എന്തുവാണ് യേശുവിന്റെ അടുത്തേക്ക് പോകുവാൻ തുടങ്ങി. യേശു എന്തുവാണ് സ്നാനം കഴിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴേ ഈ യോഹന്നാനെ അനുഗമിച്ച ക്രൗഡ് അല്ലെങ്കിൽ പുരുഷാരബലം എന്തുവാണ് യേശുവിന്റെ അടുത്തേക്ക് കടന്നു പോയെങ്കിൽ തന്നെയും യാതൊരു കൂസലും ആർക്കും യോഹന്നാനില്ല. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ് മണവാളന്, അവനാണ് മണവാളന്. ഹല്ലേലൂയ എന്നുള്ളതായ ഒരു വലിയ യാഥാർത്ഥ്യം അറിയാവുന്നത് കൊണ്ട് യോഹന്നാൻ ഒരു കംപ്ലൈന്റും ഇല്ല. എന്നിട്ട് യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. അപ്പോൾ യോഹന്നാന്റെ പ്രസംഗത്തിലൊക്കെ എന്തുവാണ് വിളിച്ചു പറഞ്ഞു കാണും, ഹല്ലേലൂയ ഞാൻ അയക്കപ്പെട്ടവനാണ്, എന്നാൽ എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ശക്തനാണ്, എന്നേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അവന് വഴിയൊരുക്കുകയാണ് എൻ്റെ ജോലി, അവന് വഴിയൊരുക്കുകയാണ്. ഞാനല്ല ആ ശബ്ദം, അവന്റെ ശബ്ദമാണ് ഞാനെന്ന് വിളിച്ചു പറഞ്ഞതായ യോഹന്നാൻ എന്തുവാണ് ഇപ്പോൾ ആളുകളൊക്കെ എന്തുവാണ് യേശുവിന്റെ പിന്നാലെ പോയപ്പോഴെന്തുവാണ് സന്തോഷിക്കുന്നതായ യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ ഏറ്റവും ഒടുവിലെ പറയണ ആത്മാർത്ഥമായിട്ട്, ഞാനോ അവൻ വളരണം, ഞാനോ കുറയണം. ഹല്ലേലൂയ. അവനോ വളരണം, ഞാനോ കുറയണം. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളിൽ വളരുമ്പോൾ നമ്മളൊന്ന് കുറയും. ഹല്ലേലൂയ. ഈ എപ്പോഴും എന്തുവാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ കർത്താവ് നമ്മളിൽ വളരുവാൻ തുടങ്ങുമ്പോൾ എന്തുവാണ് നമ്മുടെ ഒന്ന് കുനിയും. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളിൽ വളരണം. നമ്മുടെ കർത്താവ് മണവാളനാണ്. പുതിയ നിയമത്തിലെ മണവാളൻ ക്രിസ്തുവാണ്, മണവാട്ടി സഭയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താനെ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായുള്ള വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പ്രിയമുള്ളവരെ, നമ്മള് ഹല്ലേലൂയ ഒരു മണവാട്ടി സഭയെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ആ മണവാളിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ നമ്മുടെ മണവാളന് വരുവാറായി. നമ്മുടെ മണവാളന്റെ വരവേറ്റു. അത് വിശ്വസിച്ച് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ കാലാകാലങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. നമ്മൾ കർത്താവ് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് പോൽക്കാലം ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാണ്, നമ്മുടെ ആത്മമണവാളൻ വരാറായി. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആ ആത്മമണവാളനെ ഒന്ന് കാണുവാനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. എത്ര പേര് ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ വളരണം, നാവോ കുറയണം. ഈ 2024 കർത്താവ് നമുക്ക് തരുന്നുവെങ്കിൽ എന്തുവാണ്? ഹല്ലേലൂയ ഒരു കാര്യം നമ്മളിൽ എല്ലാവരും സംഭവിക്കണം. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് നമ്മളിൽ വളരണം. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളിൽ വളരണം. എത്ര പേര് സിൻസിയറായിട്ട് എത്ര പേര് കർത്താവ് അങ്ങയിൽ വളരണം. ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളിൽ വളർന്നു കഴിയുമ്പോൾ എന്തുവാണ്? കർത്താവ് സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കും.
കർത്താവ് ഇടപെടുന്ന പോലെ നമ്മൾ സംസാരിക്കും. കർത്താവ് നമ്മളിൽ വളർന്ന് കഴിയുമ്പോഴെന്തുമാണ്? കർത്താവിന്റെ സ്നേഹം നമ്മളിൽ നിന്ന് വ്യാപരിക്കും. കർത്താവിന്റെ ആർദ്രത, കർത്താവിന്റെ ആ കരുണ, കർത്താവിന്റെ സ്വഭാവ സവിശേഷതകളെ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവ് നമ്മളിൽ വളരുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞു. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ആത്മവളവാളന് വേണ്ടി ഒന്നൊരുങ്ങുവാൻ നമുക്ക് എഴുന്നേറ്റിരിക്കാൻ, നമുക്ക് ഒരു പാട്ട് പാടി നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്.